അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നമ്മുടെ കൃപാസന മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ കണക്ക് ഇത്തവണയും പങ്കെടുക്കാൻ അവസരം കിട്ടി. ഹസ്ബൻഡും മോനും സഹോദരനും ഒപ്പം ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന റാലിയാണിത്. ഇത്തവണ കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ കാട്ടിയും. 5-6 ലക്ഷത്തിൽ പരം ആൾക്കാരുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു. ആ കാണുന്ന അർത്തിങ്കൽ പള്ളിയിലാണ് നമ്മൾ ചെന്ന് ചേരേണ്ട. കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കൽ പള്ളിയിലോട്ടാണ് ജപമാല യാത്ര. അങ്ങനെ കുരിശടിയിലൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇതൊരു ഭാഗ്യമാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന, അടുത്ത വർഷവും പങ്കെടുക്കാൻ പറ്റണമെന്നാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, അത്ഭുതങ്ങളൊക്കെ തന്നു എൻ്റെ മാതാവ്. മാതാവിലും ഈശോയിലും എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു ഹിന്ദു മതക്കാരിയാണ്, എങ്കിലും എനിക്ക് മാതാവിനെയും ഈശോയെയും ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭഗവാനിലും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ നടന്നതേ അർത്തുങ്കൽ പള്ളിയിലോട്ടെത്തി. ക്ഷീണിച്ച് എത്തിയെങ്കിലും നമുക്ക് ആ ഒരു വേദനയൊന്നും തോന്നത്തില്ല. പിന്നെയും 4 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈശോയൊക്കെ ത്യാഗത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. കുരിശിൽ മരിച്ച ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അടുത്ത വർഷം അപ്പോൾ എല്ലാവരെയും ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും മാതാവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം.